ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ലിമിറ്റിന്റെ ഒരു ഇക്വേഷൻ ആണ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് ബൈ കെ ഓൾ റേസ് ടു കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇപ്പൊ എക്സിന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് വരും? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ കെ ഓൾ റേസ് ടു കെ എന്ന് വെച്ചാൽ ഇ ആയിരിക്കും. ഇപ്പൊ 2 ആണ് എക്സിന്റെ വാല്യൂ എങ്കിൽ എന്താവും? ഇ സ്ക്വയർ. ഓക്കെ, ഇനി ജോമെട്രിക് സീരീസ് summation k equal to 0 to infinity a r raised to k equal to എന്തെന്ന് വരും? a plus ar square etc a r raised to k ആണ്. ഇത് കൺവേർജ് ചെയ്യുക എപ്പോഴായിരിക്കും? r is less than 1 ആകുമ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക. r greater than or equal to 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a by 1 minus r ആണ്. ഓക്കെ, ഇനി find the rational representation of the recurring decimal number 0.412 412 412. ഓക്കെ, നമുക്ക് ഈ 0.412 412 412 ഇതിനെ എങ്ങനെ എഴുതാം? 0.412 പ്ലസ് 0.000412 പ്ലസ് 0.00000412 എന്ന് എഴുതാം അല്ലേ? ഇതിനെ എനിക്ക് എന്തെന്ന് എഴുതാം? 412 ഇൻറ്റു 10 റേസ് ടു -3 ആണ് എന്ത്? 0.412 പ്ലസ് 412 ഇൻറ്റു 10 റേസ് ടു -6 ആണ് ഈ വാല്യൂ അല്ലേ? അതുപോലെ 412 ഇൻറ്റു 10 റേസ് ടു -9 ആണ് ഈ വാല്യൂ അല്ലേ? അപ്പൊ നിങ്ങളുടെ എയുടെ വാല്യൂ എന്താ? ഫസ്റ്റ് ടേം അല്ലേ? അതായത് 412 ഇൻറ്റു 10 റേസ് ടു -3. ആറിന്റെ വാല്യൂ എങ്ങനെയാ കാണുക? സെക്കൻഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റേസ് ടു -3 ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ 1 അല്ലേ? അപ്പൊ നമുക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താ? a ബൈ 1 മൈനസ് ആർ ദാറ്റ് ഈസ് 412 ഇൻറ്റു 10 റേസ് ടു -3 divided by 1 minus 10 raised to -3. That is equal to 412 by 999. Okay. Show that whether the series summation k equal to 1 to infinity -3 by 4 all raised to k minus 1 converges. Find its sum. അപ്പൊ ഇത് കൺവേർജസ് ആണെന്ന് കാണിക്കണം നമുക്ക്. ഓക്കെ, സമ്മേഷൻ k equal to 1 to infinity -3 by 4 all raised to k minus 1 ആണ്. അപ്പൊ ഞാൻ ആദ്യം കെക്ക് 1 കൊടുക്കണം. അപ്പൊ -3 by 4 all raised to 0 പ്ലസ് k is equal to 2 കൊടുത്തു എന്ന് വിചാരിക്കും. 2 minus 1 എന്ന് വെച്ചാൽ 1 പ്ലസ് -3 by 4 all raised to 3 minus 1 എന്ന് വെച്ചാൽ 2. അതായത് കെക്ക് ഇങ്ങനെ 1 2 3 എന്നുള്ള വാല്യൂസ് നമ്മൾ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 3 by 4 പ്ലസ് 3 by 4 all സ്ക്വയർ. എയുടെ വാല്യൂ എന്താ? ഫസ്റ്റ് ടേം. ആറിന്റെ വാല്യൂ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് -3 by 4 ആണ്. ഇനി മോഡ് ആർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ വരിക? മോഡ് -3 by 4 വിച്ച് ഈസ് ഈക്വൽ ടു 3 by 4 അല്ലേ? വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. ഇപ്പൊ എന്താണ്? സീരീസ് കൺവേർജസ് അല്ലേ? ഞാൻ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. എസ് ഇസ് ഈക്വൽ ടു എന്താണ്? a by 1 minus r ആണ്. എയുടെ വാല്യൂ എന്താണ്? 1 divided by 1 minus -3 by 4 that is equal to 4 by 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി find the sum of the series summation k equal to 1 to infinity 3 by 4 raised to k minus 2 by 5 raised to k minus 1. ഓക്കെ, അപ്പോ which is equal to ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കൂടെ? k equal to 1 to infinity 3 by 4 raised to k minus summation k equal to 1 to infinity 2 by 5 raised to k minus 1. ഓക്കെ, അപ്പൊ ഇതിന്റെ സമ്മ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിന് ഈ സമ്മ കുറച്ചാ പോരെ? ഞാൻ സമ്മേഷൻ ഓഫ് k equal to 1 to infinity 3 by 4 raised to k നെ എക്സ്പാൻഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 3 by 4 raised to 1 plus
3/4 പ്ലസ് 3/4 എന്നാണ് വരുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആ. ആർ എന്തായിരിക്കും? 3/4² ഡിവൈഡഡ് ബൈ 3/4. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആണ്. ഇപ്പൊ ലെസ് ദാൻ 1 ആ, കൺവേർജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സം ഈസ് ഈക്വൽ ടു a/1 മൈനസ് ആർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യത്തെ സീരീസ് കഴിഞ്ഞു. ഇനി എന്താണ്? സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്തെന്നാ വന്നിട്ടുള്ളത്? 2/5 k മൈനസ് 1 എന്നാണ് വന്നെടുക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 2/5 പ്ലസ് 2/5 പ്ലസ് 2/5² എക്സിട്ര എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതില് എയുടെ വാല്യൂ എന്താണ്? 2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തന്നെയാണ് വരിക. ഇനി r ഈസ് ഈക്വൽ ടു എന്തെന്നായിരിക്കും? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. 2 ഗെറ്റ് ക്യാൻസൽ, ദാറ്റ് ഈസ് 1/5 വിച്ച് ഈസ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് കൺവേർജസ് ആണ്. നിങ്ങളുടെ സം ഈസ് ഈക്വൽ ടു a/1 മൈനസ് r ആണ്. ദാറ്റ് ഈസ് 2/1 മൈനസ് 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/4/5 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3/4k മൈനസ് 2/5 മൈനസ് 1 ആണ് എനിക്ക് കാണേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ആദ്യത്തെ സമ്മ് 1, രണ്ടാമത്തെ സമ്മ് 5/2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി കൺവേർജൻസ് ഓഫ് പി സീരീസ്. ഓക്കെ, പി സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/k⁻p എന്നാണ്. ഓക്കെ, ഈ സീരീസ് കൺവേർജ് ചെയ്യണത് p ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോഴാണ്. ഇനി അത് ഡൈവേർജ് ചെയ്യണത് എന്താണ്? p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോഴാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ കൂടുതലും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലാണ് യൂസ് ചെയ്യുക. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സീരീസ് ഉണ്ടാവും. AK/BK എന്ന് പറഞ്ഞ രണ്ട് സീരീസ് ഉണ്ടാവും. അതിന്റെ ലിമിറ്റ് നമ്മൾ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി AK/BK കണ്ടുപിടിക്കും. അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ സീരീസ്, ഈ രണ്ട് സീരീസ് ഒന്നില്ലെങ്കിൽ രണ്ടും കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ AK എന്ന് പറഞ്ഞൊരു സീരീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നമ്മൾ BKനെ ചൂസ് ചെയ്യാണ് ചെയ്യുക. BK is equal to നമുക്ക് എന്തെന്നും പറയാം, ആ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ പോലത്തെ ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. ഇന്ന് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്ത് ചെയ്യാം? മാക്സിമം പവർ k വരുന്നത് കോമൺ ആക്കിയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ എന്താണോ കേക്ക് പവർ വരുന്നത് അതാണ് നമ്മൾ BK ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ചൂസ് BK is equal to 1/k⁻p. p എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ഓഫ് AK മൈനസ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഓഫ് AK എന്ന് പറയും. ഓക്കെ, ഇനി ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/³ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ AK is equal to എന്താണ്? 1/2k-1 ക്യൂബ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റേസ് ടു 1/3 എന്നാണ് വരിക. അപ്പൊ ഇവിടെ BK എങ്ങനെ ചൂസ് ചെയ്യുക? BK is equal to 1/k⁻². ഇവിടുത്തെ പവർ എന്താ? കെയുടെ പവർ, ഓൾ പവർ നിൽക്കുന്നത് 1/3 അല്ലേ? ഇത് 1/3. ഇത് ഡൈവേർജന്റ് പി സീരീസ് അല്ലേ? കാരണം എന്താ? പിയുടെ വാല്യൂ എന്താണ്? 1-നെക്കാട്ടിയും താഴെയല്ലേ 1/3 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ഡൈവേർജന്റ് പി സീരീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി AK/BK എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി AKയുടെ വാല്യൂ എന്താ വരുന്നത്? 1/, ഇതിനെ എനിക്ക് ഒന്നും കൂടി കോമൺ ആക്കി എടുത്ത് എഴുതി കൂടെ? 1/, ഇവിടെ ഞാൻ k ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ എന്തെന്ന് വരും? 2 മൈനസ് 1/k ഓൾ റേസ് ടു 1/3 എന്ന് വരും അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 1/,
പിന്നെ k raised to 1 by 3 into 2 minus 1 by k all raised to 1 by 3 എന്ന് എഴുതി കൂടെ. ഇങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. k raised to 1 by 3 into 2 minus 1 by k all raised to 1 by 3. ഇങ്ങനെ എടുത്തിട്ട് ഈ കെയുടെ പവർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നേരെ എഴുതാം കേട്ടോ. അങ്ങനെ എഴുതിയാലും മതി. k raised to 1 by 3. This one get cancel. ഇനി kക്ക് ഇൻഫിനിറ്റി കൊടുത്ത് നോക്കിയാൽ 1 by 2 minus 1 by infinity all raised to 1 by 3 എന്ന് കിട്ടും. That is equal to 1 by 2 raised to 1 by 3. ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അതുപോലെ എന്താണ് ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പൊ എന്താണ് രണ്ടും കൺവേർജ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യുകയോ ചെയ്യും. അപ്പൊ എന്താണ് സിൻസ് summation bk is divergent, summation ak is also divergent. Okay. Test the convergence of series summation equal to root of k square plus 1 minus k എന്നാണ്. അപ്പൊ ഞാൻ നെ ഇങ്ങനെ എടുത്തെഴുതി. അപ്പൊ നമുക്കിപ്പോ നേരത്തെ ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്താണ് ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വാല്യൂവിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മള് ഒരു ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കെ സ്ക്വയർ പ്ലസ് 1 ഇവിടെ മൈനസ് കെ ആണെങ്കിൽ നമ്മളിത് പ്ലസ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തതിന് തുല്യല്ലേ. മുകളിലത്തെ ടേം നോക്കി നോക്കിയേ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അതേ ഫോർമാറ്റ് അല്ലേ വരുന്നത്? സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് 1 മൈനസ് കെ സ്ക്വയർ. ഈ താഴെ എന്ത് ചെയ്യാം, പവർ പുറത്തേക്ക് എടുക്കാൻ നോക്കിക്കൂടെ? ഓക്കെ, കെ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടേമിന്റെ ഉള്ളിലിട്ടാ അപ്പൊ 1 പ്ലസ് എന്താവും 1 ബൈ കെ സ്ക്വയർ ആണ്. റൂട്ടിനെ എനിക്ക് എന്തെന്ന് എഴുതാ റേസ് ടു 1 ബൈ 2 എന്ന് എഴുതിക്കൂടെ? പ്ലസ് കെ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഈ കെ സ്ക്വയറിന്റെ കെ സ്ക്വയർ ഇൻറ്റു 1 ബൈ 2 ഇൻറ്റു എന്തെന്നാണ് 1 പ്ലസ് 1 ബൈ കെ സ്ക്വയർ ഇൻറ്റു 1 ബൈ 2 പ്ലസ് കെ എന്ന് എഴുതാം അല്ലെ? കെ ഇൻറ്റു 2 കട്ട് ചെയ്തു അപ്പൊ കെ റേസ് ടു 1 എന്നാണ് വരും. അതായത് 1 ബൈ കെ പുറത്തേക്ക് എടുത്തോട്ടെ, കോമൺ ആയിട്ട് കെ പുറത്തേക്ക് എടുത്ത ആദ്യത്തേല് 1 പ്ലസ് 1 ബൈ കെ ഓൾ റേസ് ടു 1 ബൈ 2 ഉണ്ടാവും. ഇവിടെ പ്ലസ് 1ഉം ഉണ്ടാവും അല്ലെ? എനിക്ക് ബി കെ ഏതായിരിക്കും? ഇവിടെ കെയുടെ പവർ കോമൺ ആയിട്ട് നിൽക്കുന്നതിന്റെ കെയുടെ പവർ എത്രയാണ്? 1 ബൈ കെ എന്നാണ്. അതായത് ഇത് ഡൈവേർജന്റ് പി സീരീസ് അല്ലെ? ഡൈവേർജന്റ് പി സീരീസ്. കാരണം എന്താ? പിയുടെ വാല്യൂ അവിടെ 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k into 1 plus 1 by k square all raised to 1 by 2 plus 1. ഇതല്ലേ സ്ക്വയർ റൂട്ട് ഉണ്ടല്ലേ? ഡിവൈഡഡ് ബൈ 1 by k എന്നാണ് വരിക. കെ ഗെറ്റ് ക്യാൻസൽ, ഇൻഫിനിറ്റി കൊടുത്തു നോക്കുക. അപ്പൊ 1 by 1 plus infinity 1 plus 1 by infinity all raised to 1 by 2 plus 1 വരും. That is equal to 1 by 1 plus 1. That is 1 by 2, which is greater than 0 and a finite quantity. അല്ലേ? Since summation bk is divergent,
summation AK is also divergent. ഇനി നമുക്കുള്ളതാണ് റേഷ്യോ ടെസ്റ്റ്. Let summation AK be the series and limit k tends to infinity AK plus 1 divided by AK equal to L. Then the series is converges for L less than 1, diverges if L is greater than 1. L equal to 1 എന്ന് വെച്ചാൽ ടെസ്റ്റ്, ഈ ടെസ്റ്റ് ഫെയിലായി, ഇനി വേറൊരു ടെസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് 2k factorial divided by k factorial all square. ഓക്കെ, നമുക്ക് AK തന്നിട്ടുള്ളത് 2k factorial divided by k factorial square എന്നാണ്. അപ്പൊ AK plus 1 വെച്ച് കഴിഞ്ഞാൽ എന്താ, k ഉള്ളവർക്കൊക്കെ k plus 1 ആണ്. അപ്പൊ 2 into k plus 1 factorial divided by k plus 1 factorial square, that is equal to 2k plus 2 factorial divided by k plus 1 factorial square. ഇതിന് ഈ ടേംസിലേക്ക് നോക്കുക. അപ്പൊ 2k plus 2 factorial എനിക്ക് എങ്ങനെ എഴുതാം, 2k factorial into 2k plus 1 into 2k plus 2 അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ എന്ത് ചെയ്യുക, k factorial into k plus 1 all square എന്ന് എഴുതാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് k tends to infinity AK plus 1 divided by AK, that is equal to limit k tends to infinity 2k factorial into 2k plus 1 into 2k plus 2 divided by k factorial into k plus 1 square divided by 2k factorial by k factorial square. ഇതും get cancel. ഇതിലത്തെ k factorial square, ഇവിടെ k factorial square. Okay, that is equal to limit k tends to infinity, ഇതെന്ന് വരും 2k plus 2 into 2k plus 1 divided by k plus 1 whole square എന്ന് കിട്ടും. ഇതിൽ നിന്ന് മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ k outside എടുത്തൂടെ, k outside എടുത്തു കഴിഞ്ഞാല് 2 plus 2 by k into ഇതിൽ നിന്ന് k outside എടുത്തു കഴിഞ്ഞാല് 2 plus 1 by k divided by ഇതിൽ നിന്ന് k പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 plus 1 by k all square അല്ലേ. ഈ k ഈ kയും കട്ട് ചെയ്യും, കാരണം k സ്ക്വയർ അല്ല അവിടെ. പിന്നെ വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കിയേ, 2 plus 2 by infinity into 2 plus 1 by infinity divided by 1 plus 1 by infinity square, that is equal to 4, which is greater than 1 ആണ് അല്ലേ. അപ്പൊ the series is diverges. Okay, test the convergence of 3 by 4 plus 3 into 4 by 4 into 6, പിന്നത്തെ 3 into 4 into 5 by 4 into 6 into 8 etc. അങ്ങനെയല്ലേ പോണം. ഇതിൽ നിന്ന് എനിക്ക് AK is equal to എന്തായിരിക്കും, 3 into 4 into 5 into 6. നമുക്ക് ആദ്യത്തേതാണെങ്കിൽ 3, രണ്ടാമത്തേതാണെങ്കിൽ 3 into 4 വരെ, മൂന്നാമത്തേതാണെങ്കിൽ 3 into 4 into 5 വരെ, തേർഡ് ടേമില് 3 4 5 വരെയാണ് ഉണ്ടാവുന്നത്. അതായത് സെക്കൻഡ് ടേമിൽ തന്നെ 4 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ ടേമിൽ 4 എന്ന് വെച്ചാൽ +2. ഇവിടെ മൂന്നാമത്തെ ടേമില് എന്താണ് 5 ആണ്, അപ്പോഴും +2 ആണ്. നാലാമത്തെ ടേമിൽ 6 ആണ്, അപ്പൊ എന്താണ് 2 കൂടുതലാണ്. ഫസ്റ്റ് ടേമിൽ 3 ആണ്, 2 കൂടുതലാണ്. എക്സിറ്റർ എന്തെന്നാ വരിക, k+2 വരെ ഡിവൈഡഡ് ബൈ താഴെ എങ്ങനെ വരുന്നത്, ഫസ്റ്റ് ടേമിൽ എന്താണ് 4 ആണ്.
+3 അല്ലേ ഉണ്ടാവുന്നത്. സെക്കൻഡ് ടേമിൽ 6 ആണ്. അതും പ്ലസ് സെക്കൻഡ് 2 4. തേർഡ് ടേമില് തേർഡ് ഓക്കെ 5 8 ആണ് വരുന്നത്. ഓ ഇത് 4 6 8. ഓക്കെ ഓക്കെ ഓക്കെ. ഇരട്ട സംഖ്യകളല്ലേ വരുന്നത്. 4 6 8 എക്സെട്ര 2k+2 വരെയാണ്. നോക്കി നോക്കുക. ആദ്യത്തേല് 2k+2 കറക്റ്റ് ആണ്. രണ്ടാമത്തെ ടേമില് 2 × 2 4+2 6 കറക്റ്റ് ആണ്. അങ്ങനെയല്ലേ വരുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ak+2 എന്തായിരിക്കും? ak+1 എന്തായിരിക്കും? 3 × 4 × 5 × 6. ഇവിടെ k+2 വന്നു കഴിഞ്ഞാൽ അടുത്ത ടേം k+1 കൊടുത്താൽ k+3 എന്ന് വരും അല്ലേ? ഡിവൈഡഡ് ബൈ താഴെ വരുന്നതോ 4 × 6 × 8 × എക്സെട്ര 2k+2ഉം കെയുടെ സ്ഥാനത്ത് k+1 2 × k+1 + 2 അതായത് 2k+2 + 2 അതായത് 2k+4 ആണ് വരിക. 2k+4 എന്ന് വന്നു. ഇനി ലിമിറ്റ് k tends to infinity ak+1 divided by ak, that is equal to 3 × 4 × 5 × 6 × k+2 × k+3 divided by 4 × 6 × 8 × etc. 2k+2 × 2k+4 divided by 3 × 4 × 5 × 6 × k+2 divided by 4 × 6 × 8 × etc. 2k+2. This one, this one, this one, this one. എന്തെന്നാ കിട്ടുന്നത്? That is equal to ലിമിറ്റ് കൊടുക്കേ. ലിമിറ്റ് k tends to infinity. ആദ്യത്തെ ടേമിൽ നിന്ന് k ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ എന്താവും? 1 + 3/k. താഴത്തെ ടേമിൽ നിന്ന് k ഔട്ട്സൈഡ് എടുക്കുക. 2 + 4/k. അപ്പൊ എന്തെന്ന് കിട്ടും? k get cancelled. Answer will be 1/2 എന്നല്ലേ കിട്ടുക. which is less than 1 ആണ്. So series converges. Okay. Root test. Let summation ak be the series and limit k tends to infinity ak raised to 1/k is equal to L. If L less than 1, the series converges. If L greater than 1, the series diverges. L equal to 1 ആണെങ്കിൽ എന്താണ്? ടെസ്റ്റ് ഫെയിൽ ആയി. ഓക്കെ. അപ്പൊ വേറെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി examine the convergence of summation k equal to 1 to infinity 4k minus 5 divided by 2k plus 1 all raised to k. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ak is equal to എന്തെന്ന് കിട്ടി? 4k minus 5 divided by 2k plus 1 എന്ന് കിട്ടി. നമ്മുടെ L is equal to എന്തെന്നാണ്? ലിമിറ്റ് k tends to infinity ak raised to 1/k ആണ്. That is equal to limit k tends to infinity 4k minus 5 divided by ഇത് all raised to k ഉണ്ട് കേട്ടോ. 4k minus 5 divided by 2k plus 1 all raised to k all raised to 1/k എന്ന് വരും. k get cancelled അല്ലേ? ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് k tends to infinity ആദ്യത്തേന്ന് എന്ത് ചെയ്യുക? k ഔട്ട്സൈഡ് എടുക്കുക. that is 4 minus 5/k എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ k ഔട്ട്സൈഡ് എടുത്താൽ എന്താവും? 2 plus 1/k എന്ന് വരും. k get cancelled. k ഇൻഫിനിറ്റി കൊടുത്തു നോക്കിയേ. 4 minus 5/infinity divided by 2 plus 1/infinity. ഒരു ടേം ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 0 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 4/2 is equal to 2. which is greater than 1 അല്ലേ? therefore series is diverges. Okay.
ഇനി ലെബിനിൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്, അതായത് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്താണ് ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് എ കെ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ കെ പ്ലസ് വൺ ആയിരിക്കണം. അതുപോലെ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഇസ് ഈക്വൽ ടു 0 ആവണം. അപ്പോഴാണ് എന്തെന്ന് പറയാ, അത് കൺവേർജസ് ആണെന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അത് കൺവേർജ് ചെയ്യുന്ന കേസസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു കെ പ്ലസ് 1 ഇ റേസ് ടു മൈനസ് കെ. ഓക്കെ, ഇതിൽ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, എ കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ആന്ന് കിട്ടി. അപ്പൊ എ കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താവും, ഇ റേസ് ടു മൈനസ് കെ പ്ലസ് 1 എന്നാണ് വരിക അല്ലേ. ഇനി നമുക്ക് ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക് ഒരു 1 വാല്യൂ കൊടുത്തു നോക്കുക. അപ്പൊ ഇ റേസ് ടു മൈനസ് 1 ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇ റേസ് ടു മൈനസ് 2 പ്ലസ് 3 എന്നാണ് വരിക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എ കെ ഇസ് ഗ്രേറ്റർ ദാൻ എ കെ പ്ലസ് 1 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുക, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാ വരിക, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് കെ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാ വരിക, കെക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാല്യൂ 0 ആണ്. അപ്പൊ ഇതെന്താണ്, ദ സീരീസ് ഈസ് കൺവേർജന്റ് അല്ലേ. ലെബനിൻസ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എല്ലാതും ചെക്ക് ചെയ്തതല്ലേ, ബൈ ലെബനിൻസ് ടെസ്റ്റ്. ഓക്കെ, absolute convergence. The series summation k equal to 1 to infinity ak is converges absolutely if the series of absolute value is converges. അതായത് അബ്സല്യൂട്ട് കൺവേർജൻസ് ആവണമെങ്കിൽ എന്താണ്, അബ്സല്യൂട്ട് വാല്യൂസ് കൺവേർജ് ചെയ്യണം, അല്ലെങ്കിൽ അതെന്താണ്, അബ്സല്യൂട്ട്ലി ഡൈവേർജസ് ആണ്. ഇനി കണ്ടീഷണലി കൺവേർജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എ കെ കൺവേർജ് ചെയ്യും, പക്ഷേ എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ എന്ത് ചെയ്യുക, ഡൈവേർജ് ചെയ്യുക. അങ്ങനെയാണ് എന്ത്, എ കെ കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡിറ്റർമൈൻ whether the series summation k equal to 1 to infinity cos k by k square converge absolutely. അപ്പൊ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് വാല്യൂ ആണ് നോക്കാൻ പോകുന്നത്. അബ്സല്യൂട്ട് ഓഫ് എ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, സമ്മേഷൻ ഓഫ് കോസ് കെ ബൈ കെ സ്ക്വയർ. ഓക്കെ, ലിമിറ്റ്സ് ഒക്കെ കൊടുക്കുക, k equal to 1 to infinity, k equal to 1 to infinity. ഓക്കെ, ഈ വാല്യൂ കൺവേർജ് ചെയ്യുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് സീരീസ് വേണമെങ്കിലും എടുക്കാം, ഏത് സീരീസ് ടെസ്റ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുക. അതായത് എ കെ ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്നാണ് വരുന്നത്, കോസ് കെ ബൈ കെ സ്ക്വയർ എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബി കെയുടെ വാല്യൂ എന്തെന്ന് എടുക്കാം, ഇവിടെ ഹയസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബൈ കെ സ്ക്വയർ ആണ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. കെയുടെ പവർ വെച്ചിട്ട് 1 ബൈ കെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. ഇതെന്താണ്, കൺവേർജന്റ് പി സീരീസ് ആണ്, കാരണം പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ കെ ബൈ മോഡ് ബി കെ ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കോസ് കെ ബൈ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ബൈ കെ സ്ക്വയർ എന്ന് വരും. കെ സ്ക്വയർ ഈസ് ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. നമുക്ക് കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോ എന്താ കിട്ടുക, കോസ് ഇൻഫിനിറ്റി എന്നാണ് വരിക അല്ലേ. ഓക്കെ ഓക്കെ, ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കോസ് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് കോസ് ഇൻഫിനിറ്റിന്നോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെന്ന് ഇതാ ഇങ്ങനെയാണ് വരുന്നത്, അതായത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കോസ് കെ എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു നമുക്ക് ഇങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, ഇത് നോ ലിമിറ്റ് ആണ്. അതുകൊണ്ട് നമുക്കിത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിലുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയും. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്.
summation n equal to k equal to 1 to infinity bk is converges which satisfies mod ak less than or equal to pk, then summation k equal to 1 to infinity ak is converges absolutely. അതായത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, അതിന് പകരം ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബി കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ബി കെ കണ്ടുപിടിക്കും. എന്നിട്ട് എ കെ ലെസ് ദാൻ ബി കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് എ കെയും കൺവേർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ എന്ത് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബി കെ 1/k² അല്ലേ, അത് കൺവേർജൻ പി സീരീസ് ആണ്. അപ്പൊ നമ്മുടെ എ കെ എന്താണ് കോസ് k/k² ആണ് അല്ലെ. അപ്പൊ മോഡ് കോസ് k/k² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k² അല്ലേ. കാരണം എന്താ, കോസ് കെയുടെ വാല്യൂ എന്തൊക്കെ വരാം, ഒന്ന് 1 വരാം, അപ്പൊ 1/k² എന്ന് വരാം. ഇനി -1 വരാം അല്ലെ, അപ്പൊ -1/k² എന്ന് വെച്ചാൽ 1/k² ആണ്, അപ്പൊ ഈക്വൽ ആണ്. ഇനി എന്ത് ചെയ്യാം, 0 വരാം, 0/k² എന്ന് വെച്ചാൽ എന്തായിരിക്കും 0 ആണ്. ഇത് ചെറിയ ടേം. അപ്പൊ എല്ലാം കൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ലേ നമുക്ക് എന്തായാലും ഈ ഒരു ആൻസറിനോട്. ഓക്കെ, എന്തായാലും -1 to 1 അതിന്റെ ഇടയിലുള്ള വാല്യൂ അല്ലേ കോസ്റ്റിന് വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാ, ദ സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity cos k/k² converges by direct comparison test. ഓക്കെ, ഇപ്പോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആണിത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ശരിക്കും ഡയറക്റ്റ് കമ്പാരിസൺ. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് AK is converges എന്നുള്ളൂട്ടോ. നമ്മള് അബ്സല്യൂട്ട് വാല്യൂല് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ മറ്റേ അബ്സല്യൂട്ട് എഴുതിയത്. ഓക്കെ, അതാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് വെദർ ദ ഫോളോയിങ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ഓർ കണ്ടീഷണലി കൺവേർജന്റ്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്, summation k equal to 1 to infinity -1 raised to k² plus 1 divided by k³ plus 2 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യാം, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മോഡ് AK ആണ് ഞാൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു k² plus 1 divided by k³ plus 2. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എനിക്ക് ലിമിറ്റ് കമ്പാരിസൺ ആണ് ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം അല്ലെ. ഇതിലെ k² ഞാൻ പുറത്തേക്ക് എടുത്തു, അപ്പൊ 1 plus 1/k ഡിവൈഡഡ് ബൈ ഇതിലെ k³ ഞാൻ പുറത്തേക്ക് എടുത്തു, അപ്പൊ 1 plus 2/k³ എന്ന് വരും k². ഓക്കെ, അപ്പൊ എന്റെ BK എന്തായിരിക്കും, k² k³ ഇതും കൂടി കട്ട് ചെയ്ത 1/k ആണ്. 1/k എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഡൈവേർജന്റ് പി സീരീസ് അല്ലേ. ഓക്കെ, ഇനി ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് k tends to infinity mod AK by BK that is equal to limit വേണമെങ്കിൽ മോഡ് ഇട്ടോളൂ. ലിമിറ്റ് k tends to infinity 1 plus 1/k² divided by 1 plus 2/k³ into k divided by 1/k. K get cancelled. Answer will be 1/1. This is equal to ആൻസർ ഈസ് ഈക്വൽ ടു 1 ആണ് വന്നത്. അതായത് ഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് എന്തെന്ന് പറയാ, എനിക്ക് BK ഡൈവേർജന്റ് പി സീരീസ് ആണ്. അപ്പൊ നിങ്ങളുടെ AK മോഡ് AK ഈസ് ഓൾസോ ഡൈവേർജന്റ്.
ഇതെന്താണ്? അബ്സല്യൂട്ട് ഡൈവേർജന്റ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ലെബനിൻസ് ടെസ്റ്റ് വെച്ചിട്ട് AK ചെയ്ത് കഴിഞ്ഞാല് നമുക്കിത് കണ്ടീഷണലി കൺവേർജന്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ലെബനിൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് AK is equal to K square plus 1 divided by K cube plus 2 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് AK plus 1 നോക്കാം. AK plus 1 is equal to K plus 1 whole square plus 1 divided by K plus 1 whole cube plus 2. ഓക്കെ, അപ്പോ ഏത് വാല്യൂ ആയിരിക്കും കൂടുതലായിരിക്കാനുള്ള ചാൻസ്? K സ്ക്വയർ പ്ലസ് 1. ഇവിടെ ആണെങ്കിൽ എന്താവും? K സ്ക്വയർ ഉണ്ട്, പ്ലസ് 2K ഉണ്ടാവും, പ്ലസ് 1 ഉണ്ടാവും. കുറച്ചും കൂടി വലിയ ടേംസ് വരാനുള്ള ചാൻസ് ഇവിടെയല്ലേ? ഓക്കെ, K സ്ക്വയർ പ്ലസ് 2K പ്ലസ് ഒരു 1 ഉണ്ടാവും, ഈ 1 കൂടി 2K പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെയാണെങ്കിലോ K ക്യൂബ് പ്ലസ് 3K സ്ക്വയർ പ്ലസ് 3K പ്ലസ് 1 ഉണ്ടാവും, പിന്നെ ഈ 2 കൂടിയിട്ട് 3. ഇതല്ലേ കുറച്ചും കൂടി ഹയർ വാല്യൂ? താഴെയുള്ള ടേം ഹയർ വാല്യൂ അല്ലേ വരിക, ഇവിടെയുള്ള ടേം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? കേക്ക് കേക്കൾ ടു 1 കൊടുത്തൊക്കെ A1 is equal to 2/4, അതായത് 1/2 ആണ് വരുന്നത്. A2 is equal to എന്താണ്? 2 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാല് 4 plus 1 5 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് 8 8 പ്ലസ് 2 10 ആണല്ലേ? അതായത് സെയിം ആണ് കിട്ടിയത്, വേറെ വാല്യൂസ് കൊടുത്ത് നോക്കേണ്ടി വരും. ഇനി 3 കൊടുത്താൽ 3 is equal to 3 square 9 plus 1 10 divided by 29. ഓക്കെ, A4 ആണെങ്കിൽ അത് 4 സ്ക്വയർ 17 by 4 ക്യൂബ് 64 അല്ലേ വരിക? 66. അപ്പൊ A3 തന്നെയാണ് വലുത് വരിക. ഓക്കെ, അതായത് AK ഈസ് ഗ്രേറ്റർ ദാൻ AK പ്ലസ് 1 ആണ് അല്ലെ? AK ഗ്രേറ്റർ ദാൻ AK പ്ലസ് 1 വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി AK ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ K സ്ക്വയർ ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് 1 ബൈ K സ്ക്വയർ എന്ന് കിട്ടും. താഴെ K ക്യൂബ് ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് 2 ബൈ K ക്യൂബ് എന്ന് കിട്ടും. ക്യൂബും സ്ക്വയറും കട്ട് ചെയ്തു. ഇനി വാല്യൂ കൊടുത്തൊക്കെ ഈ മൊത്തം ടേം 1 ബൈ ഇൻഫിനിറ്റി എന്നല്ലേ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ ദ സീരീസ് കണ്ടീഷണലി കൺവേർജന്റ് അല്ലേ? AK is convergent by Leibniz. ഓക്കെ, ഇവിടെ ഇങ്ങനെ എഴുതാട്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതും. അതാണ് ശരിക്കും അതിന്റെ